Hi dears, welcome to MS Solution. അൻഷിസാറാണ് മകളെ. നമ്മുടെ ഏഴാമത്തെ ചാപ്റ്റർ ആയിട്ട് നോൺ മെറ്റലിലെ ക്ലോറിൻ എന്ന് പറഞ്ഞ ഭാഗം ഭയങ്കര ടഫാണ് അല്ലേ. സോ അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് മാഷ് പറഞ്ഞു പോവുകയാണ്. ഇത് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി, എക്സാമിന് ഏത് ചോദ്യം വന്നാലും എന്റെ മക്കൾക്ക് എഴുതാൻ പറ്റും. സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് സർ പഠിക്കാനുള്ളത്? ക്ലോറിനെ കുറിച്ച് ഫസ്റ്റ് കുറച്ച് ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. സോ സിമ്പിൾ ആണ്, ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത് ക്ലോറിന്റെ ആറ്റോമിക് നമ്പർ. സോ ക്ലോറിന്റെ ആറ്റോമിക് നമ്പർ ചോദിച്ചാൽ 17 ആണ്, 17 ആണ് ക്ലോറിന്റെ ആറ്റോമിക് നമ്പർ. ഇനി 17 ആണെങ്കിൽ അവന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് വരിക? 2, 8, 7 എന്നാണ് അവന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. അങ്ങനെയാണെങ്കിൽ മാസ് നമ്പർ, ആറ്റോമിക് നമ്പർ ചോദിച്ചിട്ടുണ്ട്. മാസ് നമ്പർ എത്രയാ? നമ്മളെ ക്ലോറിന്റെ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ 35 ആണ് കേട്ടോ. 35 ആണ് നമ്മളെ ക്ലോറിന്റെ മാസ് നമ്പർ. കിടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം, ആറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണം വരിക. സോ 17 ആണ്. ന്യൂട്രോണുകളുടെ എണ്ണം കാണാൻ സിമ്പിൾ ആണ്. മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറച്ചാൽ മതി, ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. അതും കിട്ടിയിട്ടുണ്ട്. ഇനി ക്ലോറിന്റെ സംയോജകത വാലൻസ് എത്ര ചോദിച്ചാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോണുകളാണ് ഉള്ളത്. സോ അവസാനം 8 ആകാൻ ആ 7 ഇലക്ട്രോണിന് എത്ര ഇലക്ട്രോൺസ് കൂടെ മതി? ഒരു ഇലക്ട്രോൺ കിട്ടിയാൽ മതി സർ. അപ്പൊ വാലൻസി 1 ആണ്. സോ നെഗറ്റീവ് എന്നൊക്കെ പറയും, -1 അല്ലെങ്കിൽ 1 കൊടുക്കാം. ഇനി ഇവന്റെ ഫാമിലിന്റെ പേരെന്താ ചോദിച്ചാൽ 17ാമത്തെ ഗ്രൂപ്പിലെ ആൾക്കാരെ പറയുന്ന പേരാണ് ഹാലജനുകൾ. എന്താ പറയാ? ഹാലജനുകൾ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഹാലജൻ ഫാമിലി എന്നാണ് നമ്മൾ ഇവനെ പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതാണ് ക്ലോറിന്റെ പ്രിപ്പറേഷൻ അഥവാ ക്ലോറിന്റെ നിർമ്മാണം. സോ എങ്ങനെയാണ് സർ ക്ലോറിൻ നിർമ്മിക്കുക എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആ. 2 സബ്സ്റ്റൻസ് ആണ്, ഫസ്റ്റ് 2 റിയാക്ടൻസ് ആണ് നമുക്ക് വേണ്ടത്. ഒന്നാമത്തത് KMnO4. ആരാടാ KMnO4? പഠിച്ചിട്ട് പോകുക. KMnO4 എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. അതുപോലെ HCl എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ്. സോ ഞാൻ എന്താ ചെയ്യുക ചോദിച്ചാൽ ഇങ്ങനെ കുറേ സാധനങ്ങളെ കൊടുത്തിട്ടുണ്ടാകും, പക്ഷെ അതൊന്നും ഇല്ല. ഞാൻ മാഷ് പഠിപ്പിച്ചതാ, നോക്കിക്കോ. ഞാൻ കുറച്ച് എന്തിട്ടാ KMnO4 പ്ലസ് എന്താടാ HCl. നല്ലോണം ശ്രദ്ധിച്ചോ. KMnO4ഉം HCl എടുത്തിട്ട് എന്ത് ചെയ്തു? ഞാൻ നന്നായിട്ട് ഹീറ്റ് ആക്കുമ്പോൾ എനിക്ക് പുറത്തോട്ട് വരുന്ന ഒരാൾ ക്ലോറിൻ ആയിരിക്കും, ക്ലോറിൻ വാതകമായിരിക്കും. അതിന്റെ കൂടെ HCl വേപ്പർ ഉണ്ടാവും, അഥവാ ഹൈഡ്രജൻ ക്ലോറൈഡ് ബാഷ്പം ഉണ്ടാകും. സോ ക്ലോറിന്റെ കൂടെ ആരുണ്ടാവും? HCl വേപ്പർ ഉണ്ടാവും, അഥവാ ഹൈഡ്രജൻ ക്ലോറൈഡ് ബാഷ്പം ഉണ്ടാവും. ഈ HCl ബാഷ്പത്തെ ഞാൻ ഒഴിവാക്കാൻ വേണ്ടി, എനിക്ക് ഹൈഡ്രജൻ ക്ലോറൈഡിനെ വേണ്ട, ക്ലോറിനെ മാത്രം മതി. ഈ ഹൈഡ്രജൻ ക്ലോറൈഡ് ഞാൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എന്തിലൂടെ കടത്തിവിടുന്നു? H2O അഥവാ വാട്ടറിലൂടെ ഞാൻ കടത്തിവിടുന്നു. എന്തിലൂടെ കടത്തിവിടുന്നു? വാട്ടറിലൂടെ ഞാൻ കടത്തിവിടുമ്പോൾ എന്തായിട്ടാ മാറാറിയോ? HCl ഹൈഡ്രജൻ ക്ലോറൈഡ് ആണ് പോകും. നമ്മളെ കൂടെ നമുക്ക് ക്ലോറിനും കിട്ടും. ക്ലോറിന്റെ കൂടെ പിന്നെ ആര് വരും എന്നറിയോ? വെള്ളത്തിലൂടെ കടത്തിവിട്ടപ്പോൾ ആ ക്ലോറിന്റെ കൂടെ വെള്ളം കൂടെ പറ്റി പിടിച്ചു പോകും, വാട്ടർ മോയ്സ്ചർ പറ്റി പിടിച്ചു പോകും. നമുക്ക് ഈ വാട്ടർ മോയ്സ്ചറിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഈ വെള്ളത്തെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും ചോദിച്ചാൽ H2SO4. ആരാണ് സർ H2SO4 എന്ന് പറഞ്ഞാൽ? സൾഫ്യൂരിക് ആസിഡ്. ആരാടാ? സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിലൂടെ ഞാൻ കടത്തിവിടുമ്പോൾ നമ്മുടെ ക്ലോറിന്റെ കൂടെയുള്ള വാട്ടർ മോയ്സ്ചറിനെ സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്യും? അബ്സോർവ് ചെയ്യുന്നു, അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നു. സോ നമുക്ക് ആരെ കിട്ടും? ക്ലോറിനെ കിട്ടും. ഇങ്ങനെയാണ് ക്ലോറിന്റെ പ്രിപ്പറേഷൻ. ഏറ്റവും സിമ്പിളാ. പരീക്ഷയ്ക്ക് ചോദിക്കും മക്കളെ, പരീക്ഷയ്ക്ക് ചോദിക്കും. അതായത് ക്ലോറിൻ നിർമ്മിക്കാൻ 2 സബ്സ്റ്റൻസ്, 2 റിയാക്ടൻസ് ആണ് വേണ്ടത്. ഒന്ന് KMnO4 ആണ്, രണ്ടാമത്തെ HCl ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും ചൂടാക്കുമ്പോൾ നമുക്ക് വരുന്നത് ഒന്ന് ക്ലോറിൻ ഗ്യാസ് വരും, അതിന്റെ കൂടെ ഹൈഡ്രജൻ ക്ലോറൈഡും വരുന്നു. ഈ ഹൈഡ്രജൻ ക്ലോറൈഡ് വാതകത്തെ ഒഴിവാക്കാൻ, വേപ്പറിനെ ഒഴിവാക്കാൻ ഞാൻ എന്തിലൂടെ കടത്തിവിടുന്നു? വാട്ടറിലൂടെ H2O കടത്തിവിടുന്നു. സോ H2O കടത്തിവിടുമ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് പോകും, അതിന്റെ കൂടെ ആര് വന്നിരിക്കും? ക്ലോറിന്റെ കൂടെ ആ വാട്ടർ മോയ്സ്ചർ പറ്റിപ്പിടിച്ചിരിക്കും. ഈ വാട്ടർ മോയ്സ്ചറിനെ, ക്ലോറിന്റെ കൂടെയുള്ള വാട്ടർ മോയ്സ്ചറിനെ, ജലബാഷ്പത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് H2SO4 അഥവാ ഗാഢത കൂടിയ സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുന്നത്. സോ നമുക്ക് ആരെ കിട്ടും? ക്ലോറിനെ കിട്ടും. ഇതാണ് പ്രിപ്പറേഷൻ. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് വായിച്ചുകൂടാ. ലഭിച്ച ക്ലോറിൻ വാതകം ജലത്തിലൂടെയും സൾഫ്യൂരിക് ആസിഡിലൂടെയും കടത്തിവിട്ടതിനു ശേഷമാണ് ജാറിൽ ശേഖരിക്കുന്നത്. എന്തായിരിക്കും ഇതിന് കാരണം? നോക്കണം. ക്ലോറിൻ വാതകത്തോടൊപ്പം വളരെ കുറച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് ബാഷ്പം കൂടി വരുന്നു, അഥവാ HClന്റെ വേപ്പർ വരുന്നുണ്ട്. ഇതിനെ ജലത്തിലൂടെ കടത്തിവിടുമ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് ബാഷ്പം അതിൽ ലയിക്കുന്നു, അതായത് ഹൈഡ്രജൻ ക്ലോറൈഡ് അവിടുന്ന് റിമൂവ് ആവുന്നു. സോ ക്ലോറിൻ വാതകത്തോടൊപ്പം പുറത്തേക്ക് വരുന്ന ജലബാഷ്പത്തെ, അതായത് വീണ്ടും വെള്ളത്തിലൂടെ കടത്തിവിടുമ്പോൾ ക്ലോറിന്റെ കൂടെ ആരാ വരിക? വാട്ടർ മോയ്സ്ചർ വരും. ഈ വാട്ടർ മോയ്സ്ചറിനെ റിമൂവ് ചെയ്യാനാണ് സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുന്നത്. സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മക്കളെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ക്ലോറിൻ, ക്ലോറിന്റെ ഭൗതിക ഗുണങ്ങൾ എന്തൊക്കെ ചോദിച്ചാൽ ഒന്നാമത്തെ പഠിച്ചു വെക്കുക. ഒരു ഗ്രീനിഷ് യെല്ലോ കളർ ആയിരിക്കും ഉണ്ടാകുക, ഒരു ഗ്രീനിഷ് യെല്ലോ കളർ ആണ്. രണ്ടാമത്തത് പഞ്ചന്റ് സ്മെല്ലാണ്, രൂക്ഷഗന്ധം. ഈ ബ്ലീച്ചിങ് പൗഡറിന്റെ സ്മെല്ല് ആലോചിച്ചാൽ മതി, അതിൽ ക്ലോറിൻ ആട്ടോ. സോ പിന്നെ ഡെൻസർ ദാൻ എയർ ആണ്, വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. സോ ഈ 3 ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ ബ്ലീച്ചിങ്ങിലോട്ട് കടക്കാം. ഈ ബ്ലീച്ചിങ്ങിലെ മെയിൻ ആളാണ് നമ്മുടെ Cl2 എന്ന് പറഞ്ഞാൽ, അഥവാ ക്ലോറിൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് ക്ലോറിൻ, ക്ലോറിന്റെ ബ്ലീച്ചിങ് പ്രവർത്തനം. എങ്ങനെയാണ് ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ബ്ലീച്ചിങ്
ബ്ലീച്ചിങ് പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്നുള്ള സംഭവമാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത് പഠിക്കാൻ പോകുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ H2O വാട്ടർ, ഈ വാട്ടർ ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ, ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, ശ്രദ്ധിച്ചോ നോക്കിക്കോ, ജലം ക്ലോറിനുമായി പ്രവർത്തിക്കുമ്പോൾ വാട്ടർ ആണ് H2O. ഈ വാട്ടർ ക്ലോറിനുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ രണ്ടാളായിട്ട് മാറും. ഒന്ന് HCl ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡും. രണ്ടാമത്തത് HOCl. HOCl പറഞ്ഞ പേരാണ് ഹൈപ്പോക്ലോറസ് ആസിഡ്. പഠിക്കട്ടോ, ഇവനെ പറയുന്ന പേരെന്താണ്? ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ്. പഠിച്ചോ, ഒന്ന് HCl ഹൈഡ്രോക്ലോറിക് ആസിഡും രണ്ടാമത്തത് ഹൈപ്പോക്ലോറസ് ആസിഡുമായിട്ടാണ് മാറുക. സോ H2O എന്ന് പറഞ്ഞ വാട്ടർ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ രണ്ട് പ്രൊഡക്റ്റ് വരുന്നു. ഒന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ്, രണ്ടാമത്തത് ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ്. സോ ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് ഡീകമ്പോസ് ചെയ്തിട്ട് വിഘടിച്ച്, ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് എന്താ അറിയോ, സ്റ്റേബിൾ അല്ല, അൺസ്റ്റേബിൾ ആണ്, അസ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും, പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യും. ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ത് ചെയ്യൂടാ, പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്തിട്ട് വിഘടിച്ചിട്ട് ഒന്ന് HCl-ഉം രണ്ടാമത്തെ ഒരു നാസെന്റ് ഓക്സിജൻ അഥവാ നവജാത ഓക്സിജൻ എന്ന് പറയുന്നു. എന്താടാ ഒരു നാസെന്റ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ? നവജാത ഓക്സിജൻ, ഒരു പുതിയ ഓക്സിജൻ വരുന്നു. അപ്പൊ ഹൈപ്പോക്ലോറസ് ആസിഡ് ഡീകമ്പോസ് ചെയ്താൽ ഒന്ന് HCl-ഉം രണ്ടാമത്തെ ഒരു നാസെന്റ് ഓക്സിജൻ വരുന്നു. ഈ നാസെന്റ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അതായത് കളറുള്ള വസ്തുക്കളെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഡിസ്കളർ ആക്കി മാറ്റും. നമ്മൾ ഈ വസ്ത്രങ്ങളിലൊക്കെ ചിലപ്പോൾ ക്ലോറിൻ തട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്താ, അവിടുത്തെ കളർ പോയിട്ട് വൈറ്റ് കളർ ആയി മാറും. അതിനുള്ള കാരണം എന്താണ്? ഈ നാസെന്റ് ഓക്സിജൻ ആട്ടോ. സോ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക, സെറ്റ് ആക്കി വെച്ചോളാം. അങ്ങനെയാണെങ്കിൽ ബ്ലീച്ചിങ് പൗഡറിന്റെ നിർമ്മാണം പഠിക്കാതെ പോകാൻ പറ്റുമോ? പറ്റൂല. പ്രിപ്പറേഷൻ ഓഫ് ബ്ലീച്ചിങ് പൗഡർ, ഇവിടെ നിന്ന് വരാൻ പോകുന്ന ചോദ്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. ബ്ലീച്ചിങ് പൗഡർ എങ്ങനെ നിർമ്മിക്കും ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ഈർപ്പരഹിതമായിട്ടുള്ള, അഥവാ ഈർപ്പരഹിതം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, ഡ്രൈ ആയിട്ടുള്ള ക്ലോറിൻ ഉണ്ടാവും. അതിന്റെ കൂടെ ആരും ഉണ്ടാവില്ല, കാൽസ്യം ഹൈഡ്രോക്സൈഡും അഥവാ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലേക്കഡ് ലൈമും. ഈർപ്പരഹിതമായ ക്ലോറിൻ വാതകം കുമ്മായ പൊടിയിലൂടെ, അഥവാ ഡ്രൈ ആയിട്ടുള്ള, വെള്ളമില്ലാത്ത കേട്ടോ, ഡ്രൈ ആയിട്ടുള്ള ക്ലോറിനും ഡ്രൈ ആയിട്ടുള്ള സ്ലേക്കഡ് ലൈമിലൂടെ കടത്തി വിട്ടിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ക്ലോറിൻ ഉണ്ടാക്കുന്നത്, സോറി ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർമ്മയിൽ വെച്ചോളാം. അങ്ങനെയാണെങ്കിൽ CaOH അഥവാ സ്ലേക്കഡ് ലൈമാണ്, കുമ്മായ പൊടിയാണ്. സോ ഇത് ഡ്രൈ ആണ്, അഥവാ ഈർപ്പുണ്ടാവില്ല, വാട്ടർ മോയ്സ്ചർ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഈർപ്പമായിട്ടുള്ള, ഈർപ്പരഹിതമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ വാട്ടർ മോയ്സ്ചർ ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ക്ലോറിനെ അതിലൂടെ കടത്തി വിടുമ്പോൾ CaOCl2, ഇതാണ് നമ്മൾ ആരടാ ബ്ലീച്ചിങ് എന്ന് പറഞ്ഞാൽ, ഇവനാണ് നമ്മളെ ബ്ലീച്ചിങ് പൗഡർ. ഇവനാണ് നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത് കേട്ടോ. സോ ഓർമ്മയിൽ വെക്കുക. പിന്നെ CaCl2 ഉണ്ടാവും, H2O വാട്ടർ മോയ്സ്ചർ ഉണ്ടാവും. സോ ഇങ്ങനെയാണ് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നത്. സോ അത് നല്ലോണം പഠിച്ചു വെക്കുള്ളൂ. ഡ്രൈ ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മയിൽ വെക്കുക, വെള്ളം അവിടെ ഉണ്ടാകൂല. അങ്ങനെയാണെങ്കിൽ മക്കളെ ഏറ്റവും ലാസ്റ്റ് യൂസസ് ഓഫ് ക്ലോറിൻ അഥവാ ക്ലോറിൻ്റെ ഉപയോഗങ്ങൾ പഠിക്കാതെ പോകാൻ പറ്റൂല. എന്തൊക്കെയാണ് സർ, എന്തിനൊക്കെയാണ് ക്ലോറിൻ ഉപയോഗിക്കുക? പല പ്രാവശ്യം ചോദിക്കല്ലോ കേട്ടോ. ഫോർ ദ ബ്ലീച്ചിങ്, ഒന്നാമത്തത് ബ്ലീച്ചിങ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ടു പ്രിപ്പയർ ദ ആന്റിസെപ്റ്റിക് ആൻഡ് പ്രിസിപ്റ്റീഡ്, അതായത് സിമ്പിൾ പറഞ്ഞ ആന്റിസെപ്റ്റിക്, കീടനാശിനി എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. പിന്നെ ഡിസിൻഫെക്റ്റന്റ് എന്ന് പറഞ്ഞാൽ അണുനാശിനിയായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ, ജലം ശുദ്ധീകരിക്കാൻ, നമ്മൾ സ്വിമ്മിംഗ് പൂൾ പോലുള്ള ജലം ശുദ്ധീകരിക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരാളാണ് നമ്മളെ ക്ലോറിൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ ഓർമ്മയിൽ വെച്ചോളാം. അപ്പൊ ബ്ലീച്ചിങ്ങിലെ മെയിൻ കോമ്പോണന്റ് ആരാ ചോദിച്ചാൽ നമ്മളെ ക്ലോറിൻ തന്നെയാണ്. ക്ലോറിൻ ഉണ്ടാക്കാൻ രണ്ട് സബ്സ്റ്റൻസ് ആണ് വേണ്ടത്. ആരൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് KMnO4ഉം രണ്ടാമത്തത് നമ്മളെ HCl-ഉമാണ്. ആ കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. KMnO4ഉം HCl-ഉം. സോ KMnO4ഉം HCl-ഉം ഡീകമ്പോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ എന്തായിട്ട് മാറുന്നുണ്ട്, ആ ക്ലോറിനും അതിന്റെ കൂടെ ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ഉണ്ടാകുന്നുണ്ട്. ഈ ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസിനെ ഒഴിവാക്കാൻ ഞാൻ H2O-യിലൂടെ കടത്തിവിടുന്നു. H2O-യിലൂടെ കടത്തിവിടുമ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് വെള്ളത്തിൽ ലയിക്കുകയും ബാക്കി വരുമ്പോൾ ക്ലോറിന്റെ കൂടെ ജലബാഷ്പം വാട്ടർ മോയ്സ്ചർ വരികയും ചെയ്യുന്നു. ഈ വാട്ടർ മോയ്സ്ചറിനെ ഒഴിവാക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു, സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുമ്പോൾ ആ വാട്ടർ മോയ്സ്ചർ പോയിട്ട് നമുക്ക് എന്ത് കിട്ടും, ക്ലോറിൻ കിട്ടുന്നു. സോ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. ഒരു റെഡിഷ് ഒരു ഗ്രീനിഷ് യെല്ലോ കളർ ആണെന്നുള്ള കാര്യം അറിയാം. പിന്നെ വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്, ഒരു പഞ്ചന്റ് സ്മെല്ലാണ്. പിന്നെ ബ്ലീച്ചിങ് പ്രവർത്തനം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലോറിന് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുക, രണ്ട് പ്രോഡക്റ്റ് ഉണ്ടാവും. ഒന്ന് HCl-ഉം രണ്ടാമത്തെ ഹൈപ്പോക്ലോറസ് ആസിഡും. ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് ഡീകമ്പോസ് ചെയ്തിട്ട് രണ്ടാൾക്കാരായിട്ട് മാറും. ഒന്ന് HCl ആണ്, രണ്ടാമത്തത് നാസെന്റ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഈ നാസെന്റ് ഓക്സിജൻ ആണ് കളറുള്ള കോമ്പൗണ്ട്സിനെ, കളറുള്ള വസ്തുക്കളെ എന്ത് ചെയ്യുന്നത്, ഡിസ്കളർ ആക്കിയിട്ട് മാറ്റുന്നത്. സോ അത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മക്കളെ. ഇത്രയും ഈ സാധനം, ഈ ഒരു ഭാഗം നല്ല രീതിയിൽ നോക്കിയിട്ട് വെക്കാൻ നല്ല മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇനി ഏത് വീഡിയോ ആണ് വേണ്ടത് നിങ്ങൾ കമന്റ് ചെയ്തോളി. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.